മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകെ ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ. ജാനകിയമ്മയുടെ പാട്ടിലോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ട്. അത് വേറൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാനകിയമ്മ. അപ്പോൾ ചെറുപ്പത്തിലേ തൊട്ട് വീട്ടിലെ അമ്മ പാടുന്നതെല്ലാം ജാനകിയമ്മയുടെ പാട്ടുകളാണ്. ചിലർ വിചാരിക്കും എന്ത് ഈ കുട്ടി ഇങ്ങനെ എപ്പോഴും പഴയ പാട്ടിനെ കുറിച്ച് മാത്രം. ഞാൻ വലിയൊരു അമ്മൂമ്മയൊന്നും അല്ല, എന്നാലും ഈ പാട്ടിൽ കേട്ട് വളർന്നതുകൊണ്ട് ബാബുരാജ് മാഷിൻ്റെയും ദേവരാജ മാഷിൻ്റെയൊക്കെ പാട്ടിൽ വീട്ടിലെ അമ്മയും അമ്മൂമ്മയൊക്കെ ഫുൾ ടൈം അതാണ് മൂളണത്. അപ്പോൾ അത് ഞാനത് കേട്ട് വളർന്നപ്പോൾ എനിക്ക് ജാനകിയമ്മയുടെ സ്റ്റൈലിനോടും ശബ്ദത്തിനോടൊക്കെ ഒരു വല്ലാത്ത ആരാധനയും ഒരു അടുപ്പവും തോന്നി. അങ്ങനെ ചെറിയ സ്റ്റേജിലൊക്കെ ചെറുപ്പത്തിൽ പാടുമ്പോഴൊക്കെ ജാനകിയമ്മയുടെ പാട്ട് പാടാൻ തുടങ്ങി. അത് അമ്മ അതാണ് പഠിപ്പിച്ചു തരുന്നത്, അതുകൊണ്ട് അങ്ങനെ പാടാൻ തുടങ്ങി. അപ്പം അങ്ങനെ എന്താണ്, ഞാനൊരു ഓൾ ഇന്ത്യ ലെവലിലൊരു കോമ്പറ്റീഷന് പോയിരുന്നു, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ അതിൽ ബെസ്റ്റ് വോയിസിനുള്ള ഒരു അവാർഡ് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കലാഭവനിൽ പഠിക്കുകയായിരുന്നു, കൊച്ചിൻ കലാഭവനിൽ പാട്ട്. അപ്പം അങ്ങനെ കലാഭവനിൽ ഗാനമേളയ്ക്ക് പോയി തുടങ്ങി. എറണാകുളത്തുണ്ടായിരുന്ന ഒരുപാട് പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടാൻ തുടങ്ങി. അപ്പം അങ്ങനെ കൊച്ചിൻ മെലഡീസ് എന്ന ട്രൂപ്പിൽ പാടുമ്പോഴാണ് അവിടെയുള്ളവർ എന്നാൽ ചെറിയ കുട്ടിയല്ലേ, നന്നായിരിക്കും, എല്ലാ ജാനകിയമ്മയുടെ കുറച്ച് പാട്ടുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ ഒരു കാസറ്റ് ആയിട്ട് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ മെലഡീസാണ്. അതിൽ ബോണി അങ്കിളാണ് ഈ ഒരു കൊച്ചു സ്വപ്നം ആ പാട്ടുണ്ടായിരുന്നു അതിൽ. അതുകൊണ്ട് ഒരു കൊച്ചു സ്വപ്നം എന്ന് പേരിട്ടിട്ട് അങ്ങനെ ജാനകിയമ്മയുടെ ഒരു 9 പാട്ടുകൾ ഞാൻ ലൈവായിട്ട് പാടുന്നതായിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇറക്കിയിരുന്നു. അതിൽ കുറേ പാട്ടുണ്ട്, 9 പാട്ടുണ്ട്. കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ, മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ. ലലലാ ലലാ 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 ലലാ. ഇപ്പോൾ ഒരു പാട്ടായിട്ടില്ല, നമ്മൾ ഏത് സോങ് ആണെങ്കിലും ഇപ്പോൾ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒളിച്ചിരുന്നേ പാടുമ്പോൾ ജയൻ ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് ഇതൊരു +2 പഠിക്കുന്ന കുട്ടിയാണ് പാടുന്നത്, അത് ജീവിതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റൈലിൽ വരണം ആ പാട്ട് എന്നുകൊണ്ടാണ് ഒളിച്ചിരുന്നേ പാടിയത്. അതുപോലെ എല്ലാ പാട്ടിലും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ദീപക്കേട്ടൻ്റെ ഹണി ബീയിൽ നീയോ ആ പാട്ട് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഭയങ്കര. അപ്പോൾ അതങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദൂരെ ദൂരെ പാടിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ അനുപല്ലവിയിൽ ഇങ്ങനെ എന്താണ്, മുത്തേ നിൻ്റെ ഓർമ്മകളെ മുത്തം നൽകി ഞാൻ ഉറക്കി, അങ്ങനെ അമ്മ അങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ അവസാനം കടലമ്മേ നീ നിന്റെ പൊന്മുത്തേനെ തായോ 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 തായേ. കടലിലാണ് കുട്ടി മരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുന്ന കുറച്ച് ലൈൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും നമുക്കും ഇമോഷണലായിട്ട് നമ്മളും ഇമോഷണലാവും. ഗീതാഞ്ജലി ശരിക്കും അതിലെ പാട്ട് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. അത് എഴുതിയിരിക്കുന്നത് ONV സാറാണ്, അതുപോലെ സംഗീതം വിദ്യാസാഗർ സാർ.
സാറിൻ്റെ ഒരു പാട്ട് പാടണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാർ ഇത്ര മലയാളം പാട്ടുകൾ അല്ലേ, നമ്മുടെയൊക്കെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ളൊരു സംഗീത സംവിധായകൻ, ഒത്തിരി സീനിയറായിട്ടുള്ളൊരു സംഗീത സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ പറ്റിയത് ശരിക്കും വലിയൊരു ഭാഗ്യമാണ്. അതും ഇതേപോലെ ഒരു താരാട്ടല്ല, പക്ഷേ കുട്ടി മരിച്ചു പോയിട്ട് ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുന്ന ഒരു പാട്ടാണ് ദൂരെ ദൂരെ. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ, ആരിൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. ആഴം കാണാ താഴ്വാരങ്ങൾ നീ കണ്ടു കേഴും നേരം, കാണാ കണ്ണീരാഴം. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ, ആരിൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. ഈ വർഷം കുറച്ച് സിനിമ ഇറങ്ങാനുണ്ട്. അത് മോഹൻ സിത്താര സാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടിയിരുന്ന ഒരു സോളോ, അത് കളർ ബലൂൺ എന്നാണ് സിനിമയുടെ പേര്. അത് പിന്നെ നമ്മുടെ പ്രിയനന്ദനൻ സാറിൻ്റെ വാട്ടർ എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേണുചേട്ടൻ, ശ്രീ ജി വേണുഗോപാൽ, അദ്ദേഹം ആദ്യമായിട്ട് സംഗീതം ചെയ്യാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു ഡുവറ്റ് പാടിയിട്ടുണ്ട്. പിന്നെ 1-2 പുതിയ സംഗീത സംവിധായകരുടെ പാട്ടുകൾ, അതൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ, സ്വരമാം ചിറകിൻ അലസം നിങ്ങളിൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ.